ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കണ്ടാൽ ആരുടെയും വായിൽ വെള്ളം മുറുന്ന നല്ല പഞ്ഞി പോലെ സോഫ്റ്റായ ഇടിയപ്പമാണ്. ഇടിയപ്പം ഉണ്ടാക്കിയാൽ റബ്ബർ പോലെ ഇരിക്കുന്നു എന്ന പരാതി ഇനി വേണ്ട കേട്ടോ. കയ്യിലെടുത്താൽ പൂ പോലെ അലിഞ്ഞു പോകുന്ന ഈ ഇടിയപ്പം വെറും മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. മാവ് കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ചെറിയ കാര്യങ്ങളിലാണ് ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മളിവിടെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് പൊടിയാണ്, അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റീനെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം. അപ്പോൾ 1.5 ഗ്ലാസ് അരിപ്പൊടിക്ക് ഞാനൊരു 2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരുടെ പൊടിക്ക് അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്തി കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാ 1 ടീസ്പൂണോളം നെയ്യാണ് ഒഴിച്ചെടുക്കുന്നത്. ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ ഇടിയപ്പം പഞ്ഞി പോലെ സോഫ്റ്റായി ഇരിക്കാൻ സഹായിക്കും. മാത്രമല്ല ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തിളച്ച് കിട്ടണം കേട്ടോ. 1-2 മിനിറ്റോളം നന്നായി തിളപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ അരിപ്പൊടിയിലേക്ക് നമുക്ക് കുറച്ച് വേണ്ടിയിട്ട് ചേർത്തി കൊടുക്കാൻ. ഇനി നമുക്കിങ്ങനെ മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ നെയ്യിൻ്റെ ഫ്ലേവർ ചിലവർക്കൊന്നും ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ളവർക്ക് നമുക്ക് കുറച്ച് ഓയിൽ 1 ടീസ്പൂണോളം ചേർത്തി കൊടുത്താൽ മതി. ഏത് ഓയിലും ചേർത്തി കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ മാവ് ഇതുപോലെ റെഡി ആയാൽ നമുക്ക് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കൂടുതൽ നേരം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതാ നോക്ക് എത്ര സോഫ്റ്റ്നെസ്സാണ് നമ്മുടെ മാവ്, കണ്ടോ. ഇതുപോലെ റെഡിയാകുന്നത് വരെ നമുക്ക് വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. ഇനി നമ്മുടെ ഏത് അച്ചിലാണെങ്കിൽ നമ്മൾ വീട്ടിലുള്ള നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന ഏതിലാണെങ്കിൽ നിങ്ങൾ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തൊക്കെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മാവ് ഒന്നും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിങ്ങനെ പിഴിഞ്ഞ് കിട്ടുമേ. ഇനി നമ്മൾ സാധാ ഇടിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയുള്ള പാത്രങ്ങളിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതുപോലെ നമുക്ക് സ്റ്റെപ്പായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ട്രിപ്പിൽ തന്നെ നമുക്ക് ഒരു 12 ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെയുള്ളൊരു അച്ചിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണെങ്കിൽ ചിലർ വാഴയുടെ ഇലയിലൊക്കെ ഉണ്ടാക്കും കേട്ടോ. നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ വാഴയിലയുടെ ആ ചൂട് തട്ടിയാൽ. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിതാ പിഴിയുമ്പോൾ എത്രത്തോളം പെർഫെക്റ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കൂടുതൽ നമ്മൾ കൈ വെച്ചിട്ട് കൈ വേദന എടുക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ആ നെയ്യ് ചേർത്തത് കാരണം നമുക്ക് പെട്ടെന്ന്, കണ്ടോ. അതുപോലെ നമ്മൾ വെള്ളം ചൂടാക്കി എടുക്കരുത് കേട്ടോ. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം വേണം നമ്മുടെ അരിപ്പൊടിയിലേക്ക് നമ്മൾ വെള്ളം ചേർത്തി കൊടുക്കേണ്ടത്. എന്നാലും നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ തന്നെ കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളെ ഇടിയപ്പം സൂപ്പറായി കിട്ടുമേ. ഇനി ഞാനിവിടെ ഇത് കുക്കറിലാണ് കേട്ടോ ഇറക്കി വെക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം വെച്ച് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇറക്കി വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ഊരിയിട്ട് നമുക്ക് മൂടി വെക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുമേ. നിങ്ങളടുത്ത് ഇങ്ങനത്തെ ഇഡലി തട്ടാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു കുക്കറിലൊക്കെ വെച്ച് നോക്കൂട്ടോ. അങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ അതല്ലാതെ കുക്കറിൽ വെച്ചാൽ നമുക്ക് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. കൂടുതൽ നേരം ടൈമൊന്നും എടുക്കൂല കേട്ടോ. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാ തുറന്നു നോക്കി ഞാനിതാ നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റിയാണ് കേട്ടോ. എത്ര സിമ്പിളാണോ ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തില്ലേ, അതിൻ്റെ പകരം നിങ്ങൾക്ക് കുറച്ച് തേങ്ങ ചെറിയതോണി ചേർത്തി കൊടുത്തിട്ട് അതിൽ നമുക്കിങ്ങനെ പിഴിഞ്ഞിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ 2ാം ട്രിപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എത്ര പെട്ടെന്നല്ലേ നമ്മളിത് റെഡിയാക്കിയത്. അപ്പോൾ ഇത്രയുള്ളൂ കാര്യം. വളരെ എളുപ്പത്തിൽ ആർക്കും തയ്യാറാക്കാവുന്ന നമ്മുടെ സോഫ്റ്റ് ഇടിയപ്പം ഇവിടെ റെഡിയാണ്. ഇത് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. പ്രത്യേകിച്ച് ഇടിയപ്പം കടുപ്പമായി പോകുന്നവർ ഈ രീതി ഒന്ന് പരീക്ഷിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കോളൂ. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു റെസിപ്പിയും കൊണ്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും സേഫായിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.